ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ബസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു രാഹുൽ KP എന്ന മലയാളി താരം. അതായത് അണ്ടർ-17 വേൾഡ് കപ്പിൽ പങ്കെടുത്ത മലയാളി താരം, ഒരേ ഒരു മലയാളി താരം രാഹുൽ KP ആയിരുന്നു. പക്ഷേ രാഹുൽ KPയുടെ പ്രതിഭയിൽ നിന്നും അർഹിച്ച പ്രകടനം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം രാഹുലിന്റെ പ്രതിഭയോട് നീതി പുലർത്തുന്ന വിധത്തിലുള്ള പ്രകടനം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ പിന്നീട് അധികകാലം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുവിധം മികച്ച പ്രകടനം തന്നെയാണ് രാഹുൽ KP നടത്തുന്നത്. പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയുടെ കീഴിൽ രാഹുൽ KP വളരെയധികം സംപ്രീതനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുതന്നെയാണ് പുള്ളിയുടെ വാക്കുകളും സൂചിപ്പിക്കുന്നത്. രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്റ്റെഹറ ഈസ് വൺ ഓഫ് ദ കോച്ച് ഹൂ മേഡ് ഇമ്പാക്ട് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു പരിശീലകരിൽ ഒരാൾ സ്റ്റെഹറയാണ് എന്ന് പുള്ളി പറയുന്നുണ്ട്. ഹീസ് വെരി സ്ട്രിക്റ്റ് കോച്ച് ആൻഡ് ഡിമാൻഡ്സ് ലോട്ട് ഓഫ് ഫ്രം പ്ലേയേഴ്സ്. അദ്ദേഹം വളരെ കണിശക്കാരനായിട്ടുള്ള ഒരു പരിശീലകനാണ്. അതുകൂടാതെ താരങ്ങളിൽ നിന്നും ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് വേണം. ഹി ടോക്ക് വിത്ത് എവറി പ്ലേയേഴ്സ്. അയാൾ എല്ലാ താരങ്ങളോടും സംസാരിക്കാറുണ്ട്. ഹി കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്ലേയേഴ്സ് ഹു ആർ നോട്ട് പ്ലേയിങ്, ടെൽ ദം റീസൺസ് വൈ ദേ ആർ നോട്ട് പ്ലേയിങ് വെൽ. അദ്ദേഹം ഓരോ താരങ്ങളുമായിട്ടും വളരെ മികച്ച രീതിയിലുള്ള കോൺടാക്റ്റും കമ്മ്യൂണിക്കേഷനും എല്ലാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു താരം നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് കളിക്കുന്നില്ല എങ്കിൽ അദ്ദേഹം ആ താരത്തിനോട് പോയി കാര്യങ്ങൾ സംസാരിച്ച് എന്തുകൊണ്ടാണ് ആ താരത്തിൻ്റെ പ്രകടനം ഒരു അപ്ലിഫ്റ്റഡ് എലവേറ്റ് ചെയ്യപ്പെട്ട് വരാത്തത് എന്ന് താരങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതായത് താരങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കി അവരോട് അത് സംസാരിച്ച് അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പരിശീലകനാണ്. വളരെ സ്ട്രിക്റ്റ് ആണ് എങ്കിൽ പോലും താരങ്ങളുമായിട്ട് വളരെ മികച്ച രീതിയിൽ ബന്ധം തുടരുന്ന ഒരു പരിശീലകനാണ് അദ്ദേഹം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പരിശീലകരിൽ ഒരാൾ മിഖായൽ സ്റ്റെഹറ ആയിരിക്കും എന്ന് രാഹുൽ പറയുമ്പോൾ സ്റ്റെഹറയുടെ കീഴിൽ രാഹുലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള കാലം വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.